നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഇങ്ങനെ വല്ലാത്തൊരു ട്വിസ്റ്റിലേക്കും ടേണിലേക്കൊക്കെ പോവുകയാണ്. കാരണം പല വമ്പൻ താരങ്ങളും കൂടുമാറിയേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടിയുണ്ടല്ലോ. റോഡ്രി ടു റയൽ മാഡ്രിഡ് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. വിനി ജൂനിയർ റയലിൽ കോൺട്രാക്റ്റ് പുതുക്കിയേക്കില്ല എന്ന തരത്തിലുള്ള സൂചനകൾ വരുമ്പോൾ ആഴ്സണൽ രംഗത്തേക്ക് ചാടി വീണത് നമ്മൾ കണ്ടു. ഫെറാൻ ടോറസിൻ്റെ മൂവിങ്ങിനെ കുറിച്ച് കേൾക്കുന്നു. ക്യൂട്ടി റൊമേറോ, ഹുലിയൻ അൽവാരസ്. വാവ്! അപ്പോൾ ഇങ്ങനെയുള്ള റൂമറുകളുടെ സാധ്യതകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതായത് സമ്മർ ട്രാൻസ്ഫർ ബിഗ് ബോർഡ് എന്ന രൂപത്തിൽ ബ്ലിച്ചർ റിപ്പോർട്ട് ഒരു ലേഖനം തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഒരു ബേസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ തീർച്ചയായിട്ടും ഏറ്റവും അധികം ആൻറ്റിസിപ്പേറ്റ് ചെയ്യപ്പെടുന്നൊരു കാര്യം വിനി ജൂനിയറുടേതാണ്. അദ്ദേഹം കോൺട്രാക്റ്റ് അവിടെ എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു പോവേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ജനുവരിയിൽ പിന്നെ അദ്ദേഹം മറ്റ് ടീമുകളോട് നെഗോഷിയേറ്റ് ചെയ്യാൻ എലിജിബിൾ ആകും. അടുത്ത സീസൺ കഴിയുന്നതോടുകൂടി ഫ്രീ ഏജൻറ്റും ആവും. അപ്പോൾ അത് എന്തായാലും റയൽ സമ്മതിക്കില്ല. ഒന്നുകിൽ ഇപ്പോൾ കോൺട്രാക്റ്റ് പുതുക്കുക, അല്ലെങ്കിൽ ക്ലബ്ബ് വിട്ടു പോവുക, സെയിലിലേക്ക് റയൽ കടക്കും എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ള കാര്യം. ദി അത്ലറ്റിക്കിൻ്റെ ഡേവിഡ് ഓൺസ്റ്റീന്, അതുപോലെ ജെയിംസ് മാക്നിക്കുലാസ്, അവരാണ് ആഴ്സണൽ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതിനെ തുടർന്ന് തീർച്ചയായിട്ടും അത് വലിയ രൂപത്തിൽ ചർച്ചയായി. ഇപ്പോൾ ചില സോഴ്സുകൾ നൽകുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വിനി ജൂനിയറുമായിട്ട് ആഴ്സണൽ പേഴ്സണൽ ടേം എഗ്രി ചെയ്ത് കഴിഞ്ഞു എന്ന് പോലും പറയുന്നുണ്ട്. എന്തായാലും എല്ലാം വിനിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് റണ്ണേഴ്സ് ഒരു സംശയവും വേണ്ട, ആഴ്സണൽ തന്നെയാണ്. ഇനി മൂവ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട് റണ്ണർ ആഴ്സണൽ തന്നെയാണ്. ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് ആരെങ്കിലും ഉയർന്നു വരുമോ, സൗദി പ്രോ ലീഗ് ക്ലബ്സ് എന്ന രൂപത്തിൽ കാണാം. പക്ഷെ അതിനുള്ളൊരു സാധ്യത ഇപ്പോൾ വളരെ കുറവാണ്. രണ്ടാമത് റോഡ്രി, മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി. അദ്ദേഹം റയലിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, റോഡ്രി നേരത്തെ മുതൽ തന്നെ സ്പെയിനിലേക്ക് മടങ്ങിയെത്തണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിലേക്ക് എത്താൻ താല്പര്യവുമുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ ആ ഒരു മൂവ്മെൻറ്റിനെ വളരെ ശക്തമായിട്ട് ഒപ്പോസ് ചെയ്ത് നിന്നിരുന്നത് ഫ്ലോറന്റീനോ പെരസ് ആണ്. ഇപ്പോൾ ഫ്ലോറന്റീനോ പെരസിൻ്റെ ഗ്രീൻ സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. പക്ഷേ ഇന്നലെ എൻസോ മരേസ്ക മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് റോഡ്രി ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട താരമാണ്, അദ്ദേഹത്തെ കീപ്പ് ചെയ്യുമെന്നാണ്. എന്തായാലും എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. ഇവിടെ ഫ്രണ്ട് റണ്ണേഴ്സ് എന്തായാലും റയൽ മാഡ്രിഡാണ്. ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് ബാഴ്സലോണയെ കാണാം. കാരണം ബാഴ്സ റോഡ്രിയുടെ കാര്യങ്ങൾ ഇൻക്വയർ ചെയ്തു എന്നുള്ള വാർത്ത കാറ്റലൻ മാധ്യമങ്ങൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടിരുന്നു. മൂന്നാമത് ഹുലിയൻ അൽവാരസിൻ്റെ ട്രാൻസ്ഫറാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് അദ്ദേഹം ബാഴ്സലോണയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. വേൾഡ് കപ്പിൻ്റെ സമയത്ത് താരം തന്നെ തുറന്നു പറഞ്ഞതാണ്, ഞാൻ അത്ലറ്റിക്കോ വിട്ടു പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സയുടെ 100 മില്യൺ ബിഡ് വന്നിട്ട് പോലും അതിനോട് അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയണം. ഫ്രണ്ട് റണ്ണർ ബാഴ്സലോണ തന്നെയാണ്. പക്ഷേ ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് PSG, ആഴ്സണൽ തുടങ്ങിയ ടീമുകളും അവിടെയുണ്ട്. തക്കം പാർത്തിരിപ്പാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. നാലാമത് എൻസോ ഫെർണാണ്ടസ്, ചെൽസിയുടെ താരം. എൻസോക്ക് ചെൽസി വിടാൻ താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ നേരത്തെ തന്നെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. സോ ബെൻ ജേക്കബ്സ് പറഞ്ഞത്, എൻസോ ഫെർണാണ്ടസ് ഹാഡ് മേഡ് നോ സീക്രട്ട് ഓഫ് വാണ്ടിങ് ടു ലീവ് ചെൽസി. സോ ബെൻ ജേക്കബ്സിൻ്റെ ട്രാൻസ്ഫർ എക്സ്പേർട്ട്, ട്രാൻസ്ഫർ ഇൻസൈഡർ ആയിട്ടുള്ള ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം മൂവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ, ഓൾറെഡി ചില മിഡ്ഫീൽഡേഴ്സിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കണ്ടു. എലിയറ്റ് ആൻഡേഴ്സൺ, സാൻഡ്രോ ടൊണാലി, മാത്യൂസ് ഫെർണാണ്ടസ്, അതുപോലെ എൻസോ ഫെർണാണ്ടസും മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഫ്രണ്ട് റണ്ണർ ആയിട്ടുള്ളത് റയൽ മാഡ്രിഡ് തന്നെയാണ്. ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട്. അടുത്ത ബ്രാഡ്ലി ബർക്കോള, PSG താരം. അതിൽ വലിയ സീക്രട്ടൊന്നുമില്ല, അദ്ദേഹത്തിന് PSG ഇനി തുടരാൻ താല്പര്യമില്ല. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു സംശയം വേണ്ട, ഫ്രണ്ട് റണ്ണർ ആയിട്ടുള്ളത് ലിവർപൂൾ തന്നെയാണ്. ലിവർപൂൾ നീക്കങ്ങളുമായിട്ട് രംഗത്തുണ്ട്. ഇനി അല്ലെങ്കിൽ തക്കം പാർത്ത് ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് ആഴ്സണലും ഉണ്ട്. ബ്രൂണോ ഗുയിമാരസ്, ന്യൂകാസിൽ യുണൈറ്റഡ് താരം, ആറാമത്. ഒരു സംശയവും വേണ്ട, ആഴ്സണൽ താരത്തിനായിട്ട് രംഗത്തുണ്ട്. 80 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ടിലധികം കൊടുക്കാൻ അവർ തയ്യാറാണ് എന്ന് ഇന്ന് ബ്രസീലിയൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ന്യൂകാസിൽ യുണൈറ്റഡ് അദ്ദേഹത്തെ കൈവിടാൻ തയ്യാറാകുമെന്നുള്ളതാണ് അറിയേണ്ടത്.
ബ്രൂണോ ഗുയിമാരസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ മൂവ് ഏറെ ആവശ്യമാണ്. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ട്. ആഴ്സണലിൽ എത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. സോ സംശയം വേണ്ട, ഫ്രണ്ട് റണ്ണേഴ്സ് ആഴ്സണലാണ്. ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അവസരം കിട്ടിയാൽ അവരും കളത്തിലേക്ക് ഇറങ്ങും. 7ാമത് മുഹമ്മദ് സലയാണ്. മുഹമ്മദ് സല ഇപ്പോൾ ഫ്രീ ഏജൻ്റാണ്. ലിവർപൂൾ വിട്ടിട്ട് എങ്ങോട്ട് ചേക്കേറും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കുറച്ച് റൂമറുകളൊക്കെ നമ്മൾ ടർക്കിഷ് ക്ലബ്ബുകളുമായി ബന്ധപ്പെടുത്തി കണ്ടിരുന്നു എന്നല്ലാതെ അതൊന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള നീക്കങ്ങളായിട്ട് ഇതുവരെ പരിണമിച്ചിട്ടില്ല. ഇവിടെ ഫ്രണ്ട് റണ്ണേഴ്സ് സൗദി പ്രോ ലീഗ് ക്ലബ്ബുകൾ തന്നെയാണ്. ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് ബെസിക്ടാസ് ഉണ്ട്, MLS ക്ലബ്ബുകളൊക്കെ ഉണ്ട് എന്ന് പറയണം. അടുത്ത നമ്മൾ 8ാമത് ക്യൂട്ടി റൊമേറോ, ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ താരത്തിന് ക്ലബ്ബ് വിടണം. അത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഇനി ഇതിലെന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം. കഴിഞ്ഞ ദിവസം ടോട്ടൻഹാം ഹോട്ട്സ്പറിൻ്റെ കോച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ക്യൂട്ടി റൊമേറോ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയറാണ്, പക്ഷെ അദ്ദേഹം മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച തടയില്ല എന്ന തരത്തിലാണ് സംസാരിച്ചത്. ഇൻ്റർ മിലാന് അദ്ദേഹത്തിനായിട്ട് നല്ല രൂപത്തിൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് സക്സസ് ആവുകയാണെങ്കിൽ അദ്ദേഹം ഇറ്റലിയിലേക്ക് പോകാനുള്ള സാധ്യത. ഒരു ഘട്ടത്തിൽ ബാഴ്സലോണയ്ക്ക് താരത്തിൽ താല്പര്യമുണ്ട് എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നെങ്കിലും ബാഴ്സ ഇപ്പോൾ അത്തരമൊരു മൂവ് നടത്തുന്നില്ല. സോ ഇവിടെ ഫ്രണ്ട് റണ്ണേഴ്സ് സംശയം വേണ്ട ഇൻ്റർ മിലാനാണ്. ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും. അടുത്ത ലൂയിസ് ഡയസ് ബയേൺ മ്യൂണിക്കിൻ്റെ താരം. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ സൗദി അറേബ്യൻ ക്ലബ്ബുകൾ നടത്തുന്നുണ്ടെന്നുള്ള വാർത്ത നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. സോ ഇവിടെ ഫ്രണ്ട് റണ്ണർ അൽ ഹിലാൽ തന്നെയാണ്. അസവൻ ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് അതർ സൗദി ക്ലബ്സ്. 10ാമത് ക്രിസ്ത്യൻ പുലിസിച്ചാണ്, AC മിലാൻ്റെ താരം. സോ അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് ന്യൂയോർക്ക് സിറ്റി FC, ഡാർക്ക് ഹോഴ്സസ്, അതർ MLS ക്ലബ്സ്. സോ ഇതിൽ ഈ താരങ്ങളുടെ ഒക്കെ ട്രാൻസ്ഫർ ഏത് നിമിഷവും സംഭവിക്കാവുന്നതാണ്. ഒന്നും പക്ഷേ കോൺക്രീറ്റ് ആയിട്ട് ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ സൂപ്പർ താരങ്ങളാണ്. മൂവിനുള്ള സാധ്യത വളരെ വലുതാണ്. സംഭവിച്ചാൽ വലിയ വാർത്തയായിട്ട് മാറുകയും ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വരാം.